ഹരിനാമ കീർത്തനത്തിലേക്ക് സ്വാഗതം. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ, ഞാൻ എന്ന ഭാവം അത് തോന്നായിക വേണമില്ല. തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി, തോന്നേണമേ വരദനാരായണായ നമഃ. ഭഗവാൻ സച്ചിദാനന്ദമാണ്, സാന്ദ്രാനന്ദ ബോധമാണ്, പാപങ്ങളെ ഹരിക്കുന്നവനാണ്, ഗോപികമാരെ രമിപ്പിച്ചവരുമാണ്. ഇത് ഇഷ്ടദേവതാ ധ്യാനമാണ്. ഏത് കർമ്മത്തിനിടയിലും ഈ ദേവതാസ്മരണ നിലനിർത്തണം. അപ്പോൾ ഭഗവാൻ കൂടെയുണ്ടാകും. അങ്ങനെ ചിത്തം ശുദ്ധമായി ബോധാനന്ദ സ്വരൂപമായ ആത്മസത്യം തെളിയാൻ തുടങ്ങും. ഭക്തരിൽ ഭഗവാൻ കരുണാനിധിയാണ്, ചിത്തശുദ്ധി വരുത്തുന്ന ഹരിയുമാണ്. പ്രാണനും മനസ്സും ചേരുന്ന മായയാൽ ഉണ്ടാകുന്ന ഓരോ സ്പന്ദനത്തിലും അഹങ്കാരബോധമുണ്ട്. ഈ അഹങ്കാരത്തെ മനസ്സിലാക്കി ശരിയായ സത്യത്തെ സാക്ഷാത്കരിക്കലാണ് ജീവിത ലക്ഷ്യം. അല്ലാത്ത പക്ഷം ഞാൻ എന്ന അഹങ്കാരഭാവത്തിന് ശക്തി വർദ്ധിക്കും. എൻ്റേത് എന്ന മമതയും ശക്തമാകും. അങ്ങനെ വന്നാൽ യഥാർത്ഥ ബോധസ്വരൂപത്തിൽ നിന്ന് ജീവൻ അകന്നകന്നു പോകും. അഹങ്കാരവും മമതയും കുറയും തോറും ബോധം സ്വരൂപസ്ഥിതിയിലേക്ക് മടങ്ങും. ബന്ധത്തിൽ നിന്ന് മോക്ഷത്തിലേക്കുള്ള യാത്രാനുഭവം കൊണ്ടാണ് ഞാൻ എന്ന ഭാവം തോന്നാൻ ഇടവരരുത് എന്ന പ്രാർത്ഥന. എങ്ങനെയാണ് സാക്ഷാത്കാരത്തിലേക്ക് നീങ്ങാനാകുക? ആചാര്യൻ പറയുന്നു, തോന്നുന്നത് ആകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദനാരായണായ നമഃ. ഇതിനുള്ള എളുപ്പ വഴിയാണ് തേന തെക്തേന ഭുജിത എന്ന ഉപനിഷത്ത് വചനം. ആദ്യം ത്യജിക്കുക, എന്നിട്ട് വേണം പൂജിക്കാൻ. ഞാൻ ഈശ്വര സ്വരൂപത്തിൽ നിന്ന് അന്യമല്ലെന്ന് അറിയണം. ഇവിടെയുള്ളതെല്ലാം ഈശ്വരൻ്റേതാണ്, എൻ്റേതായി ഒന്നും തന്നെയില്ല. എല്ലാത്തിൻ്റെയും നിയന്താവ് ജഗദീശ്വരൻ തന്നെ, നാം വെറും ഉപകരണങ്ങൾ മാത്രം. ഈ ബോധവികാസം സംഭവിക്കുന്നതോടെ അഹന്തയും മമതയും കുറയാൻ തുടങ്ങും. തന്നിൽ തന്നെ സത്യത്തിൻ്റെ ദർശനം സാധ്യമാകും. അപ്പോഴാണ് മനുഷ്യജീവിതം പൂർണ്ണധന്യതയിൽ എത്തുന്നത്. ഈ കാണുന്നതെല്ലാം ഒന്നു തന്നെ എന്ന് അനുഭവിക്കുമ്പോൾ സാന്ദ്രാനന്ദാവബോധത്തിൽ എത്തുന്നു. സാക്ഷിഭാവത്തിലിരുന്ന് എല്ലാത്തിനെയും നോക്കിക്കാണാനും ഞാൻ വേറിട്ട ചെറിയ ഒന്നല്ല എന്നും ഈ അഖണ്ഡതയുടെ സമഗ്രതയുടെ ഭാഗം തന്നെയാണെന്നുമുള്ള അനുഭവം വ്യക്തിയിലപ്പോൾ സംജാതമായി.